കിരീടങ്ങൾ കൊണ്ട് മാത്രം നിങ്ങൾ നേട്ടങ്ങളെ അളക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു കിരീടം നേടി എന്നതുകൊണ്ട് ഞാൻ മുൻപത്തേക്കാൾ മികച്ച പരിശീലകനായി എന്നർത്ഥമില്ല. തോൽവിയറിയാതെ 51 മത്സരങ്ങളുമായി എത്തിയ സാബി അലോൻസോയുടെ ബയർ ലെവർകൂസനെ മുട്ടുകുത്തിച്ച് യൂറോപ്പ ലീഗ് കിരീടം സ്വന്തമാക്കിയ ശേഷം അറ്റ്ലാന്റ പരിശീലകൻ ഗാസ്പെരീനി പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു. 66 വയസ്സിൽ കരിയറിലെ ആദ്യ മേജർ കിരീടം നേടിയ ഗാസ്പെരീനിയുടെ ഈ വാക്കുകൾക്ക് ആധുനിക ഫുട്ബോളിൽ ഏറെ പ്രസക്തിയുണ്ട്. മാനേജറുടെ പേരും പെരുമയും കിരീടം നേടിക്കൊണ്ടു തരുന്ന കാലമൊക്കെ മാറി വരികയാണ്. മറ്റു മേഖലയിലേതുപോലെ തലമുറ മാറ്റം യൂറോപ്പിലെ അതിവേഗ ലീഗായ പ്രീമിയർ ലീഗിലേക്കും കടന്നു വന്നു കഴിഞ്ഞു. പുതിയ സീസണിന് മുന്നോടിയായി പ്രമുഖ ക്ലബ്ബുകളെല്ലാം തിരക്കിലാണ്. മൗറിസിയോ പൊച്ചറ്റിനോയുടെ പിൻഗാമിയെ ചെൽസി ഇതിനകം കണ്ടെത്തിക്കഴിഞ്ഞു. ലെസ്റ്റർ സിറ്റിയെ ഡിവിഷൻ ലീഗിൽ നിന്നും പ്രീമിയർ ലീഗിലേക്ക് സ്ഥാനക്കയറ്റം നേടിക്കൊടുത്ത എൻസോ മറേസ്കയാണ് ദീർഘകാല കരാറിൽ ചെൽസിയിലെത്തുന്നത്. ഇസ്പിച്ച് ക്ലബിനെ 2ാം ഡിവിഷൻ ലീഗിൽ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് ഉയർത്തിയ കീരൻ മക്കനെയാണ് പ്രമുഖ ക്ലബ്ബുകൾ നോട്ടമിടുന്ന മറ്റൊരു മാനേജർ. അത്ഭുതം തീർത്ത ഈ 38-കാരനെ ലക്ഷ്യമിട്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ബ്രൈറ്റണും മുന്നിൽ തന്നെയുണ്ട്. നേരത്തെ യുണൈറ്റഡ് യൂത്ത് ടീമിനൊപ്പം ഉണ്ടായിരുന്ന മക്കനെയെ എറിക് ടെൻ ഹാഗിന്റെ പകരക്കാരനായി ഓൾഡ് ട്രാഫോർഡിൽ എത്തിക്കാനുള്ള നീക്കം അണിയറയിൽ ശക്തമാണ്. മുൻ ബെൽജിയൻ പ്രതിരോധ താരവും ബേൺലി പരിശീലകനുമായ വിൻസെന്റ് കോമ്പനിയാണ് കളം മാറിയ മറ്റൊരു പരിശീലകൻ. ഈ സീസണിൽ ബേൺലി 2ാം ഡിവിഷനിലേക്ക് തരം താഴ്ത്തൽ നേരിട്ടെങ്കിലും കോമ്പനിയുടെ കോച്ചിംഗ് രീതികൾ ശ്രദ്ധ നേടിയിരുന്നു. പ്രീമിയർ ലീഗിൽ പാളീസായ ഈ രീതികൾ ജർമ്മനിയിൽ വിജയിക്കുമെന്നാണ് ബയൺ മ്യൂണിക്ക് കരുതുന്നത്. വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും ബുദ്ധിശാലിയായ മാനേജറാണ് റോബർട്ടോ ഡി സെർബി. അതിവേഗ നീക്കങ്ങളിലൂടെ ബ്രൈറ്റനെ പ്രീമിയർ ലീഗിലെ മുൻനിര ക്ലബ്ബായി ഉയർത്തിക്കൊണ്ടുവന്ന 44-കാരൻ യുവതാരങ്ങളെ കണ്ടെത്തി പെർഫോം ചെയ്യിക്കുന്നതിൽ മുന്നിലാണ്. 2022-23 സീസണിൽ ഡി സെർബി കീഴിലിറങ്ങിയ ബ്രൈറ്റൺ 6ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. എന്നാൽ ഈ സീസണിൽ കാര്യങ്ങൾ അത്ര അനുകൂലമായിരുന്നില്ല. പരിക്കും ഫോമില്ലായ്മയും വലച്ചതോടെ 11ാം സ്ഥാനത്താണ് സീസൺ അവസാനിപ്പിച്ചത്. തുടർന്ന് ക്ലബിൽ നിന്ന് മുൻ ഇറ്റാലിയൻ പരിശീലകൻ വിട പറയുകയും ചെയ്തു. യൂറോപ്പിലെ നിരവധി ക്ലബ്ബുകളാണ് പണമെറിഞ്ഞ് ഡിസർബിക്കായി വലവിരിച്ചിരിക്കുന്നത്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റഡാറിലുള്ള പരിശീലകനാണ് മൗറിസിയോ പൊച്ചറ്റിനോ. ചെൽസിയിൽ മാറ്റമുണ്ടാക്കാനായില്ലെങ്കിലും വലിയ ക്ലബ്ബുകൾക്കൊപ്പം പ്രവർത്തിച്ച പരിചയം പ്ലസ് പോയിന്റാണ്. പൊച്ചറ്റിനോ കീഴിൽ വലിയ താരനിരയുമായി എത്തി ചെൽസി 6ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. ടെൻ ഹാഗിന്റെ പകരക്കാരനായി സീനിയർ കോച്ചിനെയാണ് പരിഗണിക്കുന്നതെങ്കിൽ പൊച്ചറ്റിനോ ആയിരിക്കും യുണൈറ്റഡിന്റെ ഫസ്റ്റ് ചോയ്സ്. പ്രീമിയർ ലീഗിൽ പരാജയമായ വിൻസെന്റ് കോമ്പനി ജർമ്മനിയിലേക്ക് ചേക്കേറുമ്പോൾ അവിടെ സീറോയായ തോമസ് ടുഷേലിന് ഇംഗ്ലണ്ടിൽ വലിയ ഡിമാൻഡാണ്. 2012 ശേഷം ആദ്യമായി ബയൺ മ്യൂണിക്കിന് ബുണ്ടസ്ലീഗ കിരീടം നഷ്ടമായത് ടുഷേൽ കാലഘട്ടത്തിലാണ്. ഇതോടെ ഇംഗ്ലണ്ടിലേക്ക് മടങ്ങാനാണ് മുൻ ചെൽസി മാനേജർ തീരുമാനിച്ചിരിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.